ഹലോ ഫ്രണ്ട്സ്, ഡാറ്റാബേസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ് നോർമലൈസേഷൻ. എന്താണ് നോർമലൈസേഷൻ? ഒരു അൺനോർമലൈസ്ഡ് റിലേഷനെ എങ്ങനെ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നോർമലൈസേഷൻ ഡാറ്റാബേസിൽ റിലേഷൻസിനെ ഒരു അപ്രോപ്രിയേറ്റ് ഫോമിൽ അറേഞ്ച് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നോർമലൈസേഷൻ എന്ന് പറയുന്നത്. ഇതുവഴി ഡാറ്റ മൾട്ടിപ്പിൾ റിലേറ്റഡ് ടേബിൾസായി നമുക്ക് ഡാറ്റാബേസിൽ അറേഞ്ച് ചെയ്യാൻ സാധിക്കുന്നു. എന്തൊക്കെ പ്രോബ്ലംസാണ് ഒരു അൺനോർമലൈസ്ഡ് റിലേഷൻ വഴി ഉണ്ടാവുക? മെയിനായി 2 പ്രോബ്ലംസാണ് പറയുന്നത്. ഫസ്റ്റ് വൺ റിഡൻഡൻസി, സെക്കൻഡ് വൺ അനോമലീസ്. റിഡൻഡൻസി മിനിമൈസ് ചെയ്യാനും അനോമലീസിനെ എലിമിനേറ്റ് ചെയ്യാനുമാണ് നമ്മൾ നോർമലൈസേഷൻ പ്രോസസ്സ് യൂസ് ചെയ്യുന്നത്. എന്താണ് റിഡൻഡൻസി? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം. റിഡൻഡൻസി എന്ന് വെച്ചാൽ ഡാറ്റ മൾട്ടിപ്പിൾ പ്ലേസസിൽ റിപ്പീറ്റഡായി വരുന്ന സാഹചര്യത്തെയാണ് റിഡൻഡൻസി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ സിമിലർ ഡാറ്റ റിപ്പീറ്റഡായി ടേബിൾസിൽ വരുമ്പോൾ അത് റിലേഷൻസിൻ്റെ, അതായത് ടേബിൾസിൻ്റെ സൈസ് കൂട്ടാൻ കാരണമാകും. അതേപോലെ പുതുതായി ഡാറ്റ ഇൻസേർട്ട് ചെയ്യാനും അപ്ഡേഷൻ നടത്താനും ഡിലീഷൻ നടത്താനും കുറച്ച് പ്രോബ്ലംസ് നമ്മൾ നേരിടേണ്ടി വരും. എന്തൊക്കെയായിരിക്കാം റിഡൻഡൻസി പ്രോബ്ലംസ്? മെയിനായിട്ട് 3 പ്രോബ്ലംസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഇൻസേർഷൻ അനോമലി, സെക്കൻഡ് വൺ അപ്ഡേഷൻ അനോമലി, തേർഡ് വൺ ഡിലീഷൻ അനോമലി. ഇൻസേർഷൻ അനോമലി എന്ന് വെച്ചാൽ ഒരു ഡാറ്റാബേസിൽ ഒരു പുതിയ ഡാറ്റ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ അതുമായി അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ ആബ്സെൻസ് ആവുക, അതല്ലെങ്കിൽ നൾ ആവുക. ഇത്തരമൊരു സാഹചര്യത്തെ ഇൻസേർഷൻ അനോമലി എന്ന് പറയുന്നു. അപ്ഡേഷൻ അനോമലി. അപ്ഡേഷൻ അനോമലി ഇൻകൺസിസ്റ്റൻസിക്ക് കാരണമാകുന്നു. ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ട് വാല്യൂ അപ്ഡേറ്റ് ചെയ്യുന്ന സാഹചര്യത്തിൽ സെയിം ഡാറ്റ ടേബിൾസിൽ റിപ്പീറ്റഡായി വരുന്നുണ്ടെങ്കിൽ എവിടെയൊക്കെയാണോ ആ ഡാറ്റ റിപ്പീറ്റഡായി വരുന്നത് അവിടെയൊക്കെ നമുക്ക് അപ്ഡേഷൻ നടത്തേണ്ടതായിട്ട് വരും. ഇത്തരമൊരു സാഹചര്യത്തെ അപ്ഡേഷൻ അനോമലി എന്ന് പറയുന്നു. ലാസ്റ്റ് വൺ ഡിലീഷൻ അനോമലി. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു ഇൻഫോർമേഷൻ ഡിലീറ്റ് ചെയ്യുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ ഡാറ്റയും നമുക്ക് നഷ്ടമാകും. ഈ സാഹചര്യത്തെയാണ് ഡിലീഷൻ അനോമലി എന്ന് പറയുന്നത്. ഈ 3 കേസും നമുക്ക് ചെറിയൊരു എക്സാമ്പിൾ വെച്ച് കാണാം. ഇവിടെ തന്നിരിക്കുന്ന റിലേഷൻ ഒരു മാനുഫാക്ചറിങ് കമ്പനി അവരുടെ എംപ്ലോയി ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നതാണ്. 4 ആട്രിബ്യൂട്ടാണ് ഈ റിലേഷനിൽ കാണാൻ സാധിക്കുക. എംപ്ലോയി ID, എംപ്ലോയി നെയിം, എംപ്ലോയി അഡ്രസ്, എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ്. ഈ ഒരു കമ്പനിയിലേക്ക് പുതിയതായി ഒരു എംപ്ലോയി ജോയിൻ ചെയ്യുന്നു ആസ് എ ട്രെയിനി. കറൻ്റ്ലി അദ്ദേഹം ഒരു ഡിപ്പാർട്ട്മെൻറ്റിലും അസൈൻഡ് അല്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ നമുക്ക് ഈ ഒരു ടേബിളിലേക്ക് അദ്ദേഹത്തിൻ്റെ വാല്യൂ ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആട്രിബ്യൂട്ട് വാല്യൂ നള്ളായിരിക്കും. ഇതിനെയാണ് ഇൻസേർഷൻ അനോമലി എന്ന് പറയുന്നത്. ഇനി അപ്ഡേഷൻ അനോമലി. തന്നിരിക്കുന്ന റിലേഷനിൽ മനു എന്ന് പറയുന്ന എംപ്ലോയി ഡീറ്റെയിൽസ് റിപ്പീറ്റഡായി വരുന്നത് കാണാം. കാരണം മനു കറൻ്റ്ലി 2 ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്, D001 ആൻഡ് D002. ഏതെങ്കിലും ഒരു സിറ്റുവേഷനിൽ അദ്ദേഹത്തിന് തൻ്റെ അഡ്രസ് വാല്യൂവിൽ അപ്ഡേഷൻ നടത്തേണ്ടതായി വരുമ്പോൾ എവിടെയൊക്കെയാണോ മനു എന്ന് പറയുന്ന എംപ്ലോയി ഡീറ്റെയിൽസ് ഉള്ളത് അവിടെയെല്ലാം എംപ്ലോയി അഡ്രസ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വാല്യൂ നമ്മൾ റിപ്പീറ്റഡായി ചേഞ്ച് ചെയ്യണം. ഇതിനെയാണ് അപ്ഡേഷൻ അനോമലി എന്ന് പറയുന്നത്. ഇനി എന്താണ് ഡിലീഷൻ അനോമലി എന്ന് കാണാം. D005 എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ആ മാനുഫാക്ചറിങ് കമ്പനിയിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ ഉണ്ടായിരുന്ന എല്ലാ എംപ്ലോയി ഡീറ്റെയിൽസും നമ്മൾക്ക് നഷ്ടമാകുന്നു. ഇതിനെയാണ് ഡിലീഷൻ അനോമലി എന്ന് പറയുന്നത്. ഇൻസേർഷൻ അനോമലി, അപ്ഡേഷൻ അനോമലി, ഡിലീഷൻ അനോമലി എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നോർമലൈസേഷനിലേക്ക് കടക്കാം.
ടൈപ്സ് ഓഫ് നോർമൽ ഫോം. നോർമലൈസേഷൻ എന്താണെന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. റിലേഷൻസിനെ ഒരു അപ്രോപ്രിയേറ്റ് ഫോമിൽ ഡാറ്റാബേസിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നോർമലൈസേഷൻ പ്രോസസ്സ് ഡിഫറെൻറ്റ് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. ഫസ്റ്റ് നോർമൽ ഫോം, സെക്കൻഡ് നോർമൽ ഫോം, തേർഡ് നോർമൽ ഫോം, BCNF, ഫോർത്ത് നോർമൽ ഫോം ആൻഡ് ഫിഫ്ത്ത് നോർമൽ ഫോം. ഇന്നത്തെ വീഡിയോ ഫസ്റ്റ് നോർമൽ ഫോമിനെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. പ്രോസസ് ഓഫ് നോർമലൈസേഷൻ. എന്താണ് ഒരു അൺനോർമലൈസ്ഡ് റിലേഷൻ? ഒരു ടേബിൾസിൽ റിപ്പീറ്റിംഗ് ഗ്രൂപ്പ്സ് ഉണ്ടെങ്കിൽ അതിനെയാണ് ഒരു അൺനോർമലൈസ്ഡ് റിലേഷൻ എന്ന് പറയുന്നത്. റിപ്പീറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ഒരു ആട്രിബ്യൂട്ട് വാല്യൂലോ അതല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആട്രിബ്യൂട്ടിലോ മൾട്ടിപ്പിൾ വാല്യൂസ് വരുന്നതിനെയാണ് റിപ്പീറ്റിംഗ് ഗ്രൂപ്പ്സ് എന്ന് പറയുന്നത്. ഇനി ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് കടക്കാം. ഫസ്റ്റ് നോർമലൈസ്ഡ് ഫോം. ഒരു ടേബിൾ ഫസ്റ്റ് നോർമൽ ഫോമിലാവണമെങ്കിൽ 4 കണ്ടീഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഷുഡ് ഓൺലി ഹാവ് സിംഗിൾ വാല്യൂഡ് ആട്രിബ്യൂട്ട്. എല്ലാ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസും ആറ്റോമിക് ആയിരിക്കണം. മൾട്ടിപ്പിൾ വാല്യൂസ് ഉണ്ടാവാൻ പാടില്ല. തന്നിരിക്കുന്ന എക്സാമ്പിളിൽ എംപ്ലോയി ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിൽ ഫസ്റ്റ് റോയിൽ മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. D001 ആൻഡ് D002. ഇത് ഫസ്റ്റ് റൂൾ വയലേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. സെക്കൻഡ് റൂൾ, കോളം ഷുഡ് കണ്ടെയ്ൻ വാല്യൂസ് ദാറ്റ് ആർ ഓഫ് ദ സെയിം ടൈപ്പ്. ഓരോ കോളത്തിലെയും വാല്യൂസ് എന്ന് പറയുന്നത് സിമിലർ ടൈപ്പ് ആയിരിക്കണം. ഇവിടെ എംപ്ലോയി നെയിം എന്ന് പറയുന്ന കോളം ഒരു ക്യാരക്ടർ വാല്യൂ ആണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നാൽ ലാസ്റ്റ് റോയിൽ നമുക്കൊരു ഇൻറ്റിജർ വാല്യൂ കാണാം. ഇത് സെക്കൻഡ് റൂൾ വയലേഷൻ്റെ ഒരു എക്സാമ്പിളാണ്. തേർഡ് റൂൾ, ഈച്ച് കോളം ഷുഡ് ഹാവ് എ യുണീക്ക് നെയിം. റിലേഷനിൽ ഓരോ കോളത്തിൻ്റെയും നെയിം എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കണം. സിമിലർ നെയിം 2 കോളത്തിന് ഉണ്ടാകാൻ പാടില്ല. ഇവിടെ എംപ്ലോയി ID എന്ന് പറയുന്ന കോളം നെയിം നമുക്ക് റിപ്പീറ്റഡ് ആയി കാണാം. ഇത് തേർഡ് റൂൾ വയലേഷൻ്റെ എക്സാമ്പിളാണ്. ഫോർത്ത് റൂൾ എന്ന് പറയുന്നത് ഓർഡർ ഇൻ വിച്ച് ഡാറ്റ സേവ് ഡസ് നോട്ട് മാറ്റർ. ഡാറ്റ സേവ് ചെയ്യുന്ന ഓർഡറിൽ ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ എംപ്ലോയി ID എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ ഓർഡറിലല്ല സേവ് ചെയ്തിരിക്കുന്നത്. ഈ 4 റൂളാണ് ഒരു റിലേഷൻ ഫസ്റ്റ് നോർമൽ ഫോമിൽ ആവണമെങ്കിൽ സാറ്റിസ്ഫൈ ചെയ്യേണ്ടത്. ഇനി ഒരു എക്സാമ്പിൾ വഴി അൺനോർമലൈസ്ഡ് റിലേഷനെ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് കാണാം. തന്നിരിക്കുന്ന എക്സാമ്പിൾ കസ്റ്റമർ പ്രൊഡക്റ്റ് റിലേഷൻ്റേതാണ്. ഓർഡർ ID, പ്രൊഡക്റ്റ് ID എന്ന് പറയുന്നത് പ്രൈമറി കീ ആയി സെറ്റ് ചെയ്തിരിക്കുന്നു. ഒരു റിലേഷൻ ഫസ്റ്റ് നോർമൽ ഫോമിലാവണമെങ്കിൽ നമ്മൾ പറഞ്ഞു 4 റൂൾസ് അത് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ ഒരു റിലേഷൻ റൂൾ 2, 3 ആൻഡ് 4 സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. കാരണം ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും സ്റ്റോർ ചെയ്തിരിക്കുന്ന ടൈപ്പ് ഓഫ് വാല്യൂ എന്ന് പറയുന്നത് സെയിം ആണ്. അതേപോലെ ആട്രിബ്യൂട്ട് നെയിം എന്ന് പറയുന്നത് യുണീക്കാണ്. ഈ ഒരു റിലേഷൻ ഫസ്റ്റ് നോർമൽ ഫോമിൻ്റെ ഫസ്റ്റ് റൂൾ വയലേഷനാണ് കാണിക്കുന്നത്. എന്തായിരുന്നു ഫസ്റ്റ് റൂൾ? ഓരോ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നതിലും ആറ്റോമിക് വാല്യൂ ആയിരിക്കണം ഉണ്ടാവേണ്ടത്. ഇവിടെ പ്രൊഡക്റ്റ് ID തൊട്ടുള്ള എല്ലാ ആട്രിബ്യൂട്ടിലും മൾട്ടിപ്പിൾ വാല്യൂസ് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരു കേസിനെ നമ്മൾ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്പിൾ ആയി വരുന്ന ഓരോ വാല്യൂവിനെയും സെപ്പറേറ്റ് റോ ആയി റെപ്രസെൻ്റ് ചെയ്യും. ഈ ഒരു സിമ്പിൾ മെത്തേഡ് വഴി നമുക്ക് ഒരു റിലേഷനെ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. കസ്റ്റമർ പ്രൊഡക്റ്റ് റിലേഷൻ്റെ ഫസ്റ്റ് നോർമൽ ഫോം ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു ടേബിൾ നോക്കുകയാണെങ്കിൽ ഓരോ ആട്രിബ്യൂട്ട് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് ആറ്റോമിക് ആയി കാണാൻ സാധിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു അൺനോർമലൈസ്ഡ് റിലേഷനെ ഫസ്റ്റ് നോർമൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന് കണ്ടു. അതേപോലെ നോർമലൈസേഷൻ എന്താണ്, റിഡൻഡൻസി എന്താണ്, എങ്ങനെ റിഡൻഡൻസീസ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം എന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ഫസ്റ്റ് നോർമൽ ഫോം ക്ലിയർ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു ടോപ്പിക്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.